Module 4 Sales Promotion. There are some objectives of sales promotion. നമ്മൾ സെയിൽസ് പ്രൊമോഷൻ്റെ ഫീച്ചേഴ്സ് വരെ കഴിഞ്ഞ വീഡിയോയിൽ ആഡ് ചെയ്തിരുന്നു. ഇനി അടുത്തത് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ആണ്. ദർ ആർ സം ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. ഫസ്റ്റ് പറയുന്നത് ബിൽഡിംഗ് പ്രോഡക്റ്റ് അവെയർനെസ്. ഓക്കെ, അവിടെ ബിൽഡിംഗ് പ്രോഡക്റ്റ് അവെയർനെസ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവെയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു സെയിൽസ് പ്രൊമോഷൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. In the situation of new product introduction, sales promotion techniques are used to create awareness among the consumers about the product. അപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവെയർനെസ് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? സെയിൽസ് പ്രൊമോഷൻ എന്ന രീതിയിൽ ചെറിയ സാഷേസും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ചെറിയ വിലയിൽ കസ്റ്റമേഴ്സിന് ആ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ളൊരു ഫെസിലിറ്റി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ വിലയ്ക്ക് ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിനെ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവെയർനെസ്സും അതുപോലെ അതിൻ്റെ യൂട്ടിലിറ്റീസും അതിൻ്റെ ക്വാളിറ്റിയും എന്താണെന്നുള്ളത് കസ്റ്റമേഴ്സിന് ഫുൾ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. Then sales promotion technique act as an effective tool for providing relevant information about the new product to the customers, thereby leading to purchase decision. അപ്പോൾ അവരെ പർച്ചേസ് ഡിസിഷനിലേക്ക് എത്തിച്ചുകൊണ്ട്, അതായത് അവരെ പർച്ചേസ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സെയിൽസ് പ്രൊമോഷനിലൂടെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചുകൊണ്ട് ആ പ്രോഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് അവരെ ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഈ സെയിൽസ് പ്രൊമോഷനിലൂടെ കൊടുക്കുന്ന അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിലൂടെയാണ്. സോ ഇറ്റ് ആക്ട് ആസ് എ സിസ്റ്റം വിച്ച് ഇൻക്രീസസ് അവെയർനെസ് അബൌട്ട് ദ പ്രോഡക്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇമ്മീഡിയറ്റ് ഇൻക്രീസ് ഇൻ സെയിൽസ്. നമ്മൾ പറഞ്ഞു ഡിസ്കൗണ്ട് കൂപ്പൺസ് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് പീരിയഡിനുള്ളിൽ ആ പർച്ചേസ് നടത്താൻ വേണ്ടിയിട്ടാണ്, ക്വിക്കർ പർച്ചേസിന് വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്. അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് അതർ മെത്തേഡ്സ് ഓഫ് പ്രൊമോഷൻ പ്രൊഡ്യൂസ് സ്ലോവർ സെയിൽസ് റെസ്പോൺസ് കമ്പയർഡ് ടു സെയിൽസ് പ്രൊമോഷൻ. അപ്പോൾ സെയിൽസ് പ്രൊമോഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്ങും ഒക്കെ ചെറിയ രീതിയിൽ മാത്രമേ സെയിൽസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ സെയിൽസ് പ്രൊമോഷൻ അങ്ങനെയല്ല. പെട്ടെന്ന് ആ ഒരു ഓഫറൊക്കെ തീരുന്നതിന് മുൻപ് വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് സാധിക്കുന്നുണ്ട്. സെയിൽസ് പ്രൊമോഷൻസ് ആർ മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ. ചെറിയ ഡ്യൂറേഷനാണ്, വാലിഡിറ്റി അനുസരിച്ച് ചെറിയ പീരീഡിലേക്ക് വേണ്ടിയിട്ട് മാത്രമേ അതിന് വാലിഡിറ്റി ഒക്കെ ഉണ്ടാവുള്ളൂ. ഫോർ എ സ്പെസിഫൈഡ് പീരിയഡ്, ഒരു ചെറിയ പീരിയഡിലേക്ക് വേണ്ടിയിട്ടായിരിക്കും. ദെൻ ലീഡിങ് ടു എ സെൻസ് ഓഫ് അർജൻസി ഇൻ കൺസ്യൂമേഴ്സ് ടു ബൈ നൗ. അപ്പോൾ കൺസ്യൂമേഴ്സിൽ ഇപ്പോൾ തന്നെ ബൈ ചെയ്യാനായിട്ട് അർജൻറ്റായിട്ട് ആ പ്രോഡക്റ്റ് ബൈ ചെയ്യണം എന്നുള്ളൊരു ഒരു സെൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് കസ്റ്റമറിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ ഒരു ഓഫർ തീരുന്നതിന് മുൻപ്, ആ ഓഫറിൻ്റെ വാലിഡിറ്റിക്ക് മുമ്പ് അത് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റിന് ഡിസ്കൗണ്ട് കിട്ടില്ല അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ അത്രയും വില കുറഞ്ഞ് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരു ക്വിക്കർ അല്ലെങ്കിൽ അർജൻസി കസ്റ്റമേഴ്സിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് കൂടെ ഇതിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയുന്നുണ്ട്. Then this creates an immediate positive impact on sales. അതുകൊണ്ട് തന്നെ ആ ഒരു ഓഫറൊക്കെ തീരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് തീരുന്നതിന് മുൻപ് പർച്ചേസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കസ്റ്റമറിലേക്ക് അല്ലെങ്കിൽ സെയിൽസിൽ ഒരു പെട്ടെന്നുള്ളൊരു ഇൻക്രീസ് ഉണ്ടാക്കാനായിട്ട് ഈ സെയിൽസ് പ്രൊമോഷൻ വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. Due to increase in competition, companies are finding it increasingly difficult to compete on quality. They are therefore resorting to more innovative methods of sales promotion in order to have an advantage over its competitors. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് അവരുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു മോട്ടീവോട് കൂടിയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒബ്ജക്റ്റീവും സെയിൽസ് പ്രൊമോഷന് ഉണ്ട്. അതായത് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ കൊടുത്താൽ മറ്റുള്ള സിമിലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയിൽ നിന്നും നമ്മളുടെ പ്രൊഡക്റ്റിനെ അതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു ഓഫർ കൊടുക്കുന്ന ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ കൊടുക്കുന്ന ഒരു കമ്പനിയാണോ അല്ലെങ്കിൽ സാധാരണ ഒരു പ്രോഡക്റ്റ് അതിനൊരു പ്രൈസ് അങ്ങനെ കൊടുക്കുന്ന കമ്പനിയാണോ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളത് ആലോചിച്ചാൽ നമുക്കത് മനസ്സിലാവും. എപ്പോഴും ഡിസ്കൗണ്ട്സ് ആൻഡ് ഓഫേഴ്സ് കൊടുക്കുന്ന കമ്പനീനെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതിൻ്റെ ക്വാളിറ്റി അല്ല അവിടെ പ്രശ്നം, നമ്മളതിൻ്റെ പ്രൈസ് ആയിരിക്കും നോക്കുക. ഓക്കെ, അപ്പോൾ ക്വാളിറ്റിയിൽ കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ
കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സെയിൽസ് പ്രൊമോഷൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുക എന്നുള്ളതും സെയിൽസ് പ്രൊമോഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് വരുന്നത് സ്ട്രെങ്തൻ ദ ബ്രാൻഡ് ഇമേജ്. Sales promotion techniques are used by organizations to create a distinct image for their brand in the target market. Consumers prefer to buy brands which offer benefits other than brands. Thus, sales promotion strengthens the brand image. അപ്പോൾ ഒരു പ്രോഡക്റ്റ് പെട്ടെന്ന് പോപ്പുലർ ആവുക എന്നുള്ളത് മെയിനായിട്ട് സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറേ ഡിസ്കൗണ്ട് ഓഫേഴ്സും കുറേ ഓഫറുകളും ബെനിഫിറ്റുകളും കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്ന പ്രോഡക്റ്റിന് പെട്ടെന്ന് കസ്റ്റമേഴ്സിലേക്ക് അത് ആക്സെപ്റ്റ് ചെയ്യുകയും പെട്ടെന്ന് പോപ്പുലേഷനിലേക്ക് അത് അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ സ്പ്രെഡ് ആവുകയും അതിലൂടെ ഒരു നല്ലൊരു ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് കൂടുതൽ ബെനിഫിറ്റുകൾ ആഡഡ് വാല്യൂസ് കൊടുക്കുന്ന പ്രോഡക്ട്സിന് ബ്രാൻഡ് ഇമേജ് കൂട്ടാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ സെയിൽസ് പ്രൊമോഷനിലൂടെ നല്ല ബെനിഫിറ്റ്സ് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുന്ന കമ്പനികളുടെ ബ്രാൻഡ് ഇമേജ് കൂട്ടാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് അട്രാക്ട്സ് കസ്റ്റമേഴ്സ്. നമ്മൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്, കസ്റ്റമേഴ്സിനെ സെയിൽസ് പ്രൊമോഷൻ വഴി അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. കാരണം അവർക്ക് കൂടുതൽ ഇൻസെൻറ്റീവ്സും അല്ലെങ്കിൽ ഓഫറുകളും ഡിസ്കൗണ്ട്സൊക്കെ കൊടുത്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റാണ് സെയിൽസ് പ്രൊമോഷൻ. Then it is very effective in creating interest in product. Creating interest is considered as the most important use of sales promotion. Appealing sales promotion increase attraction of a customers to the product. അപ്പോൾ ഒരു പ്രോഡക്റ്റിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനായിട്ട് ഈ ഓഫറുകളും ഡിസ്കൗണ്ടും അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിന് പെട്ടെന്ന് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ബ്രാൻഡൊന്നും നമ്മൾ നോക്കിയെന്ന് വരില്ല. ഒരു പ്രോഡക്റ്റ് ഫ്രീ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ, ചിലപ്പോൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാനുള്ള ഒരു മോട്ടീവ് നമ്മൾക്ക് കസ്റ്റമറിൽ ഉണ്ടാവും. ആ ഒരു മോട്ടീവോട് കൂടി ബൈ ചെയ്ത് പിന്നെ നമുക്കത് ചിലപ്പോൾ വീണ്ടും യൂസ് ചെയ്യാൻ തോന്നിയാലോ ഓഫർ തീർന്നാലും നമ്മൾ ചിലപ്പോൾ അതിൻ്റെ യൂസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു ഇമ്പോർട്ടൻ്റ് എലമെൻറ്റാണ് സെയിൽസ് പ്രൊമോഷൻ. 6th പോയിൻ്റ് വരുന്നത് മോട്ടിവേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. The most important use of sales promotion is to build a demand by convincing customers to make a purchase. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പർച്ചേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങാൻ കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യുക. ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ അവർക്ക് കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ കൺവിൻസിങ് ആക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്. ദെൻ സ്പെഷ്യൽ പ്രൊമോഷൻസ്, എസ്പെഷ്യലി ദോസ് ദാറ്റ് ലോവർ ദ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് ടു ദ കസ്റ്റമർ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ആ പ്രോഡക്റ്റ് ബൈ ചെയ്താൽ നമ്മളതിൻ്റെ ഓണറാണ് അല്ലേ? അപ്പോൾ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അത് സെല്ലിംഗ് പ്രൈസാണ് അല്ലെങ്കിൽ ആ പർച്ചേസ് പ്രൈസിനെയാണ് കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ക്യാൻ ബി എംപ്ലോയ്ഡ് ടു മോട്ടിവേറ്റ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഈ ഓണർഷിപ്പ് പ്രൈസ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് പ്രൈസ് അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് അത് വാങ്ങാനായിട്ട് മോട്ടിവേറ്റഡ് ആവും. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിൻ്റ് 7th പോയിൻറ്റിൽ പറയുന്നത് റീഇൻഫോഴ്സിങ് ദ ബ്രാൻഡ്. ആ ബ്രാൻഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ബ്രാൻഡ് ഇപ്പോഴും എക്സിസ്റ്റൻസിലുണ്ട് എന്ന് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിലേക്ക് റീഇൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ്റെ. Once the customers have made a purchase, sales promotion can be used to both encourage additional purchase and also as a reward for purchase loyalty. Then sales promotion is used to reinforce the brand in the market. അപ്പോൾ മാർക്കറ്റിൽ ആ പ്രോഡക്റ്റിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് ഈ പറഞ്ഞ പോലെ അഡീഷണൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി, അതായത് ഓഫേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രോഡക്റ്റ് ഫ്രീ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2 പ്രോഡക്റ്റ് അല്ലെങ്കിൽ 2 ആ ഒരു പാക്ക് നമ്മൾ വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ്, ഒരു പ്രോഡക്റ്റിൻ്റെ അഡീഷണൽ പർച്ചേസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് റിവാർഡ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ ആ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട്, അതുപോലെ തന്നെ മാർക്കറ്റിൽ ആ ബ്രാൻഡിൻ്റെ എക്സിസ്റ്റൻസ് റീഇൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതും കൂടെ സെയിൽസ് പ്രൊമോഷനിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷനിൽ വരുന്നത്. താങ്ക് യു.